ഹായ് ഓൾ, ഐ എം ഡോക്ടർ ഹസൻ, നിങ്ങളുടെ ഹോമിയോപ്പത്തിക് സൈക്യാട്രിസ്റ്റാണ്. സാധാരണഗതിയിൽ മറവി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന നമ്മളുടെ വൈഫിൻ്റെ പേര് നമ്മൾ മറന്നു പോവുക, ടീച്ചറെ പേര് മറന്നു പോവുക, നമ്മൾ വീടിൻ്റെ സ്ഥലം മറന്നു പോവുക, ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് യൂഷ്വലി ഡിമെൻഷ്യ. ഇവിടെ അങ്ങനെയല്ല ഉണ്ടാവുക. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഫോൺ എവിടെ വെച്ചത് മറന്നുപോയി, നമ്മളോട് പറഞ്ഞ വർക്ക് മറന്നുപോയി, ഹോംവർക്ക് തന്നത് ചെയ്യാൻ മറന്നുപോയി, ഇത്തരം കാര്യങ്ങളാണ് ഡിജിറ്റൽ ഡിമെൻഷ്യയിൽ കൂടുതൽ വരിക. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടാം? ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് മൊബൈൽ അഡിക്ഷനൊക്കെ വന്ന് നമ്മൾ അങ്ങേ അറ്റത്തെത്തി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും മെഡിസിനൽ ഹെൽപ്പ് വേണ്ടി വരും. സ്ട്രെസ്സ് കുറക്കണം. അപ്പോൾ നമ്മൾ സ്ട്രെസ്സ് കുറയാൻ വേണ്ടിയിട്ടും സ്ലീപ്പ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ മെഡിസിൻസ് കഴിക്കേണ്ടി വരും. അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ മതി? ചെറിയ കൗൺസിലിംഗ് ഒക്കെ സ്വീകരിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ടാസ്കുകൾ തരും. നമുക്ക് നോ ഫോൺ ഹവേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റിയിൽ കുറച്ചുകൂടി ഇൻവോൾവ്മെൻറ്റ് കൊണ്ടുവരണം. ഡെയിലി കുറച്ച് എക്സസൈസ് ചെയ്യുക. നമ്മൾ പള്ളിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ടിനെ കാണാൻ പോകുമ്പോഴോ ബോധപൂർവ്വം ഫോൺ വീട്ടിൽ വെച്ചിട്ട് പോവുക. ഏറ്റവും സങ്കടകരമായൊരു കാര്യം, അപ്പോൾ അടുത്ത് ഞാൻ ട്രെയിനിൽ പോയപ്പോൾ, പണ്ട് ഞാൻ ട്രെയിനിൽ ഒരുപാട് യാത്ര ചെയ്തിരുന്നു. എൻ്റെ UG PG കാലഘട്ടത്തിൽ രണ്ടും ട്രെയിനിലായിരുന്നു. അപ്പം ഈ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഒരുപാട് സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാനന്ന് എൻ്റെ ഓർമ്മയിൽ ഞാൻ കയറി കഴിഞ്ഞാൽ ആ കമ്പാർട്ട്മെൻറ്റ്, ആ ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു 2-3 ആളുകളെങ്കിലും ഞാൻ പരിചയപ്പെടും. ഞങ്ങളെല്ലാവരും കൂടി സംസാരിക്കും, പരസ്പരം അറിയും. അന്ന് ഞാൻ പരിചയപ്പെട്ട എത്രയോ ആൾക്കാരെ എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അന്നൊരിക്കൽ ഞാനൊരു ജോലാർപേട്ടയ്ക്ക് പോകുന്നൊരു പൂജാരിയെ പരിചയപ്പെട്ടു. ഹോമം ചെയ്യാൻ വേണ്ടി പോകുന്ന പൂജാരിയെ പരിചയപ്പെട്ടു. മൂപ്പരായിട്ട് ഞങ്ങൾ പ്രേതത്തിനെ പറ്റിയും പിശാചിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തു. രസകരമായ കുറേ പരിപാടികൾ നടന്നു. പക്ഷേ ഇന്ന് അതൊന്നുമില്ല. ഇന്ന് എല്ലാവരും ഫോൺ നോക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ പൂജാരിയും ഡോക്ടറും ഫ്രണ്ടും പാർട്ട്ണറും ഒക്കെ ഇപ്പോൾ ഫോണാണ്. അപ്പം ഞാൻ വരെ ചില ആളുകളോട് സജസ്റ്റ് ചെയ്യാറുണ്ട്, നിങ്ങൾ ChatGPT-യോട് ചോദിച്ചോളൂ. അപ്പോൾ ChatGPT നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ടാസ്ക് തരും. ChatGPT കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അതൊക്കെ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. എന്നിട്ട് എന്നോട് ചോദിച്ചാൽ മതി ഇത് കറക്റ്റാണോ ഇല്ലേ എന്നുള്ളത്. അപ്പം നമുക്കും കുറേ ടൈം സേവിങ് ആണ്. ഇങ്ങനെ കുറേ ഉപകാരങ്ങളുണ്ട്, പക്ഷേ ഉപദ്രവങ്ങളും ഉണ്ട്. കാരണം നമ്മളെ ബ്രെയിൻ വെച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പം നമുക്ക് ഡിജിറ്റൽ ഡിമെൻഷ്യയെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നോ ഫോൺ ഹവേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. 2, നമ്മൾ എക്സസൈസിലും ഫിസിക്കൽ ആക്ടിവിറ്റീസിലും ഏർപ്പെടണം. നമ്മളെ പാർട്ട്നേഴ്സായിട്ടൊക്കെ നമ്മൾ ക്വാളിറ്റേറ്റീവ് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഫോൺ ദൂരെ കൊണ്ടുവെക്കണം. ഇല്ലെങ്കിൽ അതിൽ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മളത് നോക്കും, അത് പാർട്ട്ണറിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കും. പിന്നെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ് അവർ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ സ്വീകരിക്കില്ല. അപ്പോൾ അവരിന്ന് ഇങ്ങോട്ടൊരു അസ്ത്രം വരും, നമ്മൾ അങ്ങോട്ടൊരു അസ്ത്രം വിടും. ചുരുക്കി പറഞ്ഞാൽ അത് ജഗടയിൽ പിരിയും. ഇങ്ങനെ ഞാനിത് പറയുമ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലാവേണ്ട ഇതുപോലെ കുറേ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ നമ്മളുടെ മുന്നിലിരിക്കുന്ന ഇവനാണ്. അപ്പോൾ ഇവനെ അങ്ങ് മാറ്റി വെക്കുക, ജീവിതം ആസ്വദിക്കുക. ബൈ.